വിശാലമായ സൂര്യകാന്തിപ്പാടം, കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മൊട്ടക്കുന്നുകൾ, മേഞ്ഞു നടക്കുന്ന കന്നുകാലിക്കൂട്ടം, പശുക്കളെ തെളിയിക്കുന്ന ഇടയന്മാർ. ഭാവനാസമ്പന്നമായ ചലച്ചിത്രങ്ങൾക്ക് ദൃശ്യവിരുന്നൊരുക്കാവുന്ന പശ്ചാത്തലമാണിത്. ഈ കാണുന്ന വിസ്മയങ്ങളെല്ലാം സ്വന്തം മടിത്തട്ടിലൊതുക്കിക്കൊണ്ട് തലയുയർത്തി നിൽക്കുന്നൊരു കുന്നുണ്ട്. അതാണ് ഹിമവത് ഗോപാലസ്വാമി പേട്ട. മൈസൂർ ഊട്ടി ദേശീയപാതയിൽ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഊട്ടി ഭാഗത്തേക്ക് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വലതുവശത്തുകൂടി വലിയൊരു കവാടം കാണാം. അതിലൂടെ കുറച്ചു ദൂരം ഒപ്പം സഞ്ചരിച്ചാൽ ഹിമവത് ഗോപാലസ്വാമി ബെട്ടയിലെത്താം. കവാടം കടക്കുന്നതോടെ കർണാടകത്തിന്റെ ഗ്രാമീണ അന്തരീക്ഷം സ്പഷ്ടമാകുന്ന കാഴ്ചകൾ കാണാനാകും. ഹങ്കാല ഗ്രാമത്തിലൂടെയുള്ള യാത്രയിൽ അനേകം വീടുകളുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം വിശാലമായ സൂര്യകാന്തിപ്പാടങ്ങളാണ്. ഓണക്കാലമാകുന്നതോടെ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടങ്ങൾ കാണാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. മലയടിവാരത്ത് കർണാടക വനവകുപ്പിന്റെ ചെക്ക് പോസ്റ്റുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കർണാടക RTCയിലാണ് മുകളിലേക്കുള്ള യാത്ര. മുകളിലേക്കും താഴേക്കുമായി 70 രൂപയാണ് ഒരാൾക്ക് ബസ് നിരക്ക്. ക്ഷേത്രത്തിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ താഴെ മാത്രമേ കച്ചവട സൗകര്യമുള്ളൂ. ഗോപാലസ്വാമി മലമുകളിലേക്കുള്ള പ്രത്യേക ബസ് യാത്ര കാഴ്ചകൾ നിറഞ്ഞതാണ്. മലമുകളിലേക്കുള്ള ചുരം കയറുമ്പോൾ താഴ്വരയിലെ വിശാലമായ കൃഷിയിടങ്ങൾ കാണാം. പൗരാണികത തോന്നിക്കുന്ന ക്ഷേത്രമാണ്. സ്വർണവർണ്ണമായ പ്രവേശന കവാടം. കവാടം കടന്ന് കുറച്ചു പടികൾ കൂടി കയറിയാൽ ക്ഷേത്രത്തിനകത്തെത്താം. നല്ല തണുപ്പുള്ള അകത്തളം. വൈകുന്നേരങ്ങളിൽ സ്ഥിരമായി കോടമഞ്ഞ് മൂടുന്ന പ്രദേശം. മൺസൂൺ കാലത്ത് ദിവസം മുഴുവൻ കോടമഞ്ഞ് പുതച്ചിരിക്കും. ചാമരാജനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം 1315 ചോള രാജവംശത്തിൽപ്പെട്ട ബല്ലാല എന്ന രാജാവാണ് പണി കഴിപ്പിച്ചത്. ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. വീതിയുള്ള പ്രദക്ഷിണ വഴി. പിൻഭാഗത്ത് മതിൽക്കെട്ടിന് ഉയരം കുറവാണ്. അതിനപ്പുറം വിശാലമായ മൊട്ടക്കുന്ന്. ഈ പുൽത്തകടിയിൽ പലപ്പോഴും മൃഗങ്ങൾ എത്താറുണ്ട്. എന്നാൽ ഇവിടെ ഒരു സ്ഥിരം സന്ദർശകൻ കൂടിയുണ്ട്. വൈകുന്നേരങ്ങളിൽ വെള്ളം കുടിക്കാനെത്തുന്ന ഒരു കൊമ്പൻ. ഈ ആന ഗോപാലസ്വാമിയുടെ ഇഷ്ടത്തോഴനാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണിത്. ഇവിടെ നിന്ന് കാണുന്ന ഉദയവും അസ്തമയവും ഏറെ സുന്ദരം. കേരളത്തിൽ നിന്ന് നാടുകാണി ചുരം വഴിയും വയനാട് വഴിയും ഇങ്ങോട്ടെത്താം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വഴിക്കടവ് വഴി സഞ്ചരിച്ച് നാടുകാണി ചുരം കയറി ഗൂഡല്ലൂർ വഴിയാണ് ഒരു റൂട്ട്. വയനാടിലൂടെ പോകുന്നവർ ഗൂഡല്ലൂർ വഴിയോ മുത്തങ്ങ വഴിയോ ഗുണ്ടൽപേട്ടിലെത്താം.